ഹായ് എവരിവൺ, വെൽക്കം ടു GGDENTAL. ദന്തശുചിത്വം വ്യക്തിജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഒരാളുടെ പേഴ്സണൽ ഹൈജീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ ഓറൽ ഹൈജീൻ. നമ്മുടെ മുഖസൗന്ദര്യത്തിന്റെ തന്നെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ പല്ലുകളാണ്. അപ്പൊ നിങ്ങളുടെ ബ്രഷിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ പല ദന്തരോഗങ്ങളും നിങ്ങളെ അലട്ടാം. അതായത് വായ്നാറ്റം, വായ്പുണ്ണ്, മോണരോഗങ്ങള്, ദന്തക്ഷയം, പല്ലിന്റെ തേയ്മാനം, ഇങ്ങനെയുള്ളതൊക്കെ. ദന്താരോഗ്യത്തെ നമുക്ക് എങ്ങനെയൊക്കെ സംരക്ഷിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, പ്രോപ്പർ ബ്രഷിംഗ്. 2 നേരം കൃത്യമായി ബ്രഷ് ചെയ്യുക. ഞാൻ ഇതിന്റെ മുന്നേയുള്ള വീഡിയോയിൽ എങ്ങനെയൊക്കെയാണ് ബ്രഷ് ചെയ്യുന്നത്, ബ്രഷിംഗ് ടെക്നിക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ 2 നേരം കൃത്യമായിട്ടുള്ള ബ്രഷിംഗ് ആണ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് അത് 4 അല്ലെങ്കിൽ 5 മാസത്തിനുള്ളിലെങ്കിലും മാറ്റാൻ ശ്രമിക്കണം. അതായത് നമ്മുടെ ബ്രഷിന്റെ ബ്രിസിൽസിന്റെ ആ ഒരു കാലാവധി അതൊരു 6 മാസം വരെ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നമ്മൾ ടൂത്ത് ബ്രഷ് മാറ്റിയിരിക്കണം. ജീവിതശൈലി രോഗങ്ങളുള്ളവര്, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള ആൾക്കാര് ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും ഡെന്റൽ ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. ഇനി പല്ല് വേദന, പല്ലിലുണ്ടാകുന്ന പുളിപ്പ്, ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരുന്നത്, പിന്നെ പല്ലിലുണ്ടാകുന്ന ഇളക്കം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ വീട്ടിലുള്ള തൊട്ടു ചികിത്സകൾ ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്തുള്ള ഡെന്റിസ്റ്റിനെ കാണണം. പിന്നെ നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള, അതായത് നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, കൂടുതലായിട്ടും കഴിക്കുക. അത് നമ്മുടെ പല്ലിന്റെ മാത്രമല്ല നമ്മുടെ മുഴുവനായിട്ടുള്ള ശരീരത്തെ മുഴുവൻ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഫൈബർ റിച്ച് ഫുഡ്. ചെറിയ ചെറിയ കേടുകൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും. അതായത് ബ്ലാക്ക് സ്പോട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും നമ്മുടെ പല്ലിന്. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ ഡെന്റിസ്റ്റിനെ കണ്ട് ഒപ്പീനിയൻ തേടുക. അല്ലാതെ ഈ ചെറിയ കേടല്ലേ, നമുക്ക് വേദന ഇല്ലല്ലോ എന്ന് വെച്ച് നിൽക്കാതെ, അതായത് നമുക്ക് ആ വേദന തുടങ്ങിയിട്ട് നമ്മൾ ഡെന്റിസ്റ്റിനെ കാണുകയാണെങ്കിൽ അത് റൂട്ട് കനാലിന് പോയി നമ്മുടെ ആ പല്ലിന് ഡെഡ് ആവുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ കേടുകൾ അതിന് മുന്നേ തന്നെ അടക്കാൻ ശ്രമിക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഈ പുകവലി, മുറുക്കാൻ ചവക്കല്, അതൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ളത് നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ആരോഗ്യത്തിന് എന്ന പോലെ തന്നെ നമ്മുടെ പല്ലിനും, നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തിനും അത് ഹാനികരം തന്നെയാണ്. ഈ മുറുക്കാൻ ചേർക്കുന്നവരുടെയൊക്കെ പല്ല് തേയ്മാനം വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മുടെ ദന്താരോഗ്യത്തെ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടിൽ ദെൻ, ബൈ ബൈ.